സഹകരണ രംഗത്ത് പുതിയ ചുവടുവയ്പുമായി കാഞ്ഞങ്ങാട് പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സഹകരണ ഇസ്ത്രിക്കട എന്ന നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവർ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ആലാമിപ്പള്ളി കേന്ദ്രീകരിച്ച് 2006 പ്രവർത്തനമാരംഭിച്ച കാഞ്ഞങ്ങാട് പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിപുലീകരണത്തിന്റെ ഭാഗമായി 2021 പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരുന്നു. ഇതിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെയും ഒപ്പം വൈവിധ്യവൽക്കരണത്തിന്റെയും ഭാഗമായാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇവർ ഇസ്ത്രിക്കട എന്ന നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മലയാളികളുടെ ശുചിത്വരീതിയും വസ്ത്രധാരണത്തിലുള്ള വെടിപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതുമയാർന്ന ഈ ആശയത്തിലേക്കുള്ള സൊസൈറ്റി പ്രവർത്തകരുടെ രംഗപ്രവേശം. ആദ്യഘട്ടത്തിൽ ഇസ്ത്രിക്കടയിലെത്തുന്ന വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് നൽകിക്കൊണ്ടായിരിക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. ക്രമേണ കുടുംബശ്രീ പ്രവർത്തകരുമായും സന്നദ്ധ പ്രവർത്തകരുമായുമെല്ലാം കൈകോർത്ത് വീടുകളിൽ നിന്ന് വസ്ത്രം ശേഖരിച്ച് ഇസ്ത്രിയോടൊപ്പം തന്നെ ഡ്രൈ ക്ലീനിങ്ങും ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് സൊസൈറ്റി പ്രസിഡന്റ് എൻ പ്രിയേഷ് പറഞ്ഞു. സഹകരണ മേഖലയിൽ സഹകരണ ഇസ്ത്രിക്കട എന്ന നിലയിലേക്കാണ് ഈ പുതിയ ഉദ്യമത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നഗരസഭാ പരിധിക്കകത്തുള്ള വീടുകളിൽ നിന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി വസ്ത്രങ്ങൾ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് ഇസ്ത്രി അയൺ ചെയ്ത് തിരികെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ക്യാമ്പയിനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് വിപുലപ്പെടുത്തിക്കൊണ്ട് 10-15 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കാണ് ഇതിന്റെ പ്രവർത്തനം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ കേരളത്തിനകത്ത് ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഒരു ക്യാമ്പയിനായിട്ട് നമ്മൾ ഇത് കാണുകയാണ്. എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം. ആ നിലയിലേക്കുള്ള ഉദ്യമത്തിന് ഇന്ന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സൊസൈറ്റി കെട്ടിടത്തിൽ തന്നെ സജ്ജമാക്കിയ ഇസ്ത്രിക്കടയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ നിർവഹിച്ചു. ആ പദ്ധതി ഏറെ പ്രധാനം എന്നുള്ളത് സംഘത്തിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതിന്റെ 1ാം വാർഷികത്തിൽ ആരംഭിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘത്തിൽ നേരിട്ട ആ ദൗർബല്യങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ശുഭ സൂചകം തന്നെയാണ്. നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഈ നേട്ടങ്ങൾ അതേപടി നിലനിർത്താൻ പുതിയ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കെ രാജ്മോഹനൻ, എ ശബരീശൻ, കെ വി ജയപാൽ എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം ഉഷ സ്വാഗതവും എസ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.